സഹോദരന്മാരെ, ശഫാഅത്ത് ദുനിയാവിൽ മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ആഖിറത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കണ്ടില്ലേ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഇന്ന് 14,96,74,000 കിലോമീറ്റർ മേലെ ഉദിക്കുന്ന സൂര്യനെ ഒരു ചാണ് മാത്രം മേലെ അള്ളാഹു ഉദിപ്പിച്ചുപോയി. ഒരു വിഭാഗം ചെരിപ്പടിക്കാൽ വരെ വിയർപ്പിൽ മുങ്ങിപ്പോയി, ഒരു വിഭാഗം മുട്ടുവരെ വിയർപ്പിൽ മുങ്ങിപ്പോയി, ഒരു വിഭാഗം അരവരെ കഴുത്തുവരെ വിയർപ്പിൽ മുങ്ങിപ്പോയി. ആ സമയത്ത് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടെ എത്തിയിട്ട് ശിർക്ക് തിരിയാത്തവരുണ്ടോ? മരിച്ചിട്ട് മഹസറയിലെത്തിയിട്ടും തെറ്റും ശരിയും തിരിയാത്തവരുണ്ടോ? അവിടുന്ന് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നു? അലാ തദ്ഹബൂന ഇലാ മൻ യശഉ ഇലാ റബ്ബികും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, മുഅ്മിനീങ്ങൾ പറയുന്നു, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മള് ജീവിതകാലത്ത് ഭൂമിയിൽ വെച്ച് അമ്പിയാക്കളോട് പറയലല്ലേ, അപ്പൊ ശഫാഅത്ത് അവര് ചെയ്യലല്ലേ? അതുപോലെ നമുക്ക് ഇവിടുന്നും അമ്പിയാക്കളോട് പറഞ്ഞുകൂടെ? ശഫാഅത്ത് ചെയ്യുന്ന മഹാന്മാരോട് നമ്മൾ പറയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദം നബിയെ സമീപിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാം ശഫാഅത്ത് ഇല്ല എന്ന് പറയുന്നില്ല. ആദം നബി പറയുന്ന എന്നെ കാണാൻ വലിയവര് തുടങ്ങട്ടെ എന്നാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുക്ക ചെല്ലുമ്പോ ഇബ്രാഹിം നബി അങ്ങനെ പോയി അവസാനം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറയുന്നു, യാ മുഹമ്മദ് അൻത റസൂലുള്ളാഹ് വ ഖാതമുൻ നബിയ്യീൻ വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക. ഓ മുഹമ്മദ് നബിയേ, തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യൂ നബിയേ. റസൂലുള്ളാഹിന്റെ മറുപടി നോക്ക്, അനലഹാ, ശഫാഅത്ത് ചെയ്യാൻ അതിന്റെ തുടക്കം കുറിക്കുന്ന നേതാവ് ഞാൻ തന്നെയാണ്, എനിക്ക് തന്നെയല്ലേ അതിന് അധികാരമുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ അതാ ശഫാഅത്തിന് വേണ്ടി പോയി സുജൂദ് ചെയ്യുന്നു. അല്ലാഹു തആല പറയുന്നു, നബിയേ തങ്ങളെ തല ഉയർത്തിക്കോ, ചോദിച്ചോ, റെക്കമെൻഡ് ചെയ്തോ, സ്വീകരിക്കാമല്ലോ നബിയെ. തങ്ങൾ തന്നെയാണ് ശഫാഅത്ത് തുടങ്ങേണ്ടത്. അന അവ്വലു ശാഫിൻ, ശഫാഅത്ത് ചെയ്യുന്ന പലരുമുണ്ട്, ആദ്യം തുടങ്ങുന്നത് ഞാനാണ്. സഹോദരന്മാരെ, അവിടെ മലക്കുകൾക്ക് ശഫാഅത്തുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ശഫാഅത്തുൽ മലായികത്തു വന്നബിയ്യൂന വൽ മുഅ്മിനൂൻ, അവിടെ അമ്പിയാക്കൾക്ക് ശഫാഅത്തുണ്ട്, മുഅ്മിനീങ്ങൾക്ക് ശഫാഅത്തുണ്ട്, മലക്കുകൾക്ക് ശഫാഅത്തുണ്ട്. അപ്പൊ മഹാന്മാരെ ശഫാഅത്ത് ദുനിയാവിലുമുണ്ട് ആഖിറത്തിലുമുണ്ടെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കടുത്ത മുനാഫിക്കുകളുടെ സ്വഭാവം വെച്ച് പുലർത്തി. ദുആ എന്ന പദത്തിന് ഇബാദത്ത് എന്നർത്ഥമുള്ള സ്ഥലങ്ങൾ വിളിച്ച് സഹായം ചോദിക്കുക എന്നർത്ഥം മാറ്റി മുസ്ലിം ലോകത്തെ മുഴുവനും സഹാബത്ത് മുതൽക്കിന്നോളമുള്ളവരെ കാഫിറാക്കിയത് എത്ര വലിയ ധിക്കാരമാണ് സഹോദരന്മാര്. എന്നിട്ട് എന്തൊക്കെ വേണ്ടാത്തതാ പറഞ്ഞുണ്ടാക്കിയത്. മരിച്ചാ കേൾക്കൂലോ. ഉസ്മാൻ ഡോക്ടർ പറയുന്നു, മരിച്ചാ കേൾക്കൂലാന്ന് ഖുർആനിലുണ്ട്. എന്താണ്? ഇന്നക ലാ തസ്മീഉൽ മൗതാന്ന് വമാഅൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ എന്നുണ്ട്. അതിന്റെ ബാക്കി ആയത്ത് മൗലവിമാര് മൂടി വെച്ചത് ഡോക്ടർ അറിഞ്ഞില്ല. ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ബിആയാതിനാ ഫഹും മുസ്ലിമൂൻ. മുശ്രിക്കീങ്ങൾ കാഫിരീങ്ങൾ കേൾക്കില്ല എന്നാണ് ആയത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് അല്ലാഹു പറയുന്ന ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ബിആയാതിനാ, നമ്മളെ ആയത്തുകളെ കൊണ്ട് വിശ്വസിച്ച മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ അല്ലാതെ കേൾപ്പിക്കുകയില്ല. അപ്പൊ സത്യവിശ്വാസികളെ മാത്രമാണ് കേൾപ്പിക്കുന്നത്. സത്യവിശ്വാസികളായ ആളുകളെ കേൾപ്പിക്കും എന്ന് തന്നെ അതിന്റെ തൊട്ടടുത്ത ആയത്തിലുണ്ട്. അത് മൗലവിമാര് ഡോക്ടറെ മുമ്പിൽ മൂടി വെച്ചു. ഉസ്മാൻ ഡോക്ടർ പിഴച്ചുപോയി, ഉത്തരവാദി ഞങ്ങളല്ല. വിശ്വസ്തന്മാരെ മാത്രമേ പണ്ഡിതന്മാരെ സ്വീകരിക്കാവൂ. ഇത് നോക്ക്, ഇതെന്താണ്? ഇത് മുജാഹിദിന്റെ മുഖപത്രം, പേരോട് ദുർവ്യാഖ്യാന. പാറ്റ മലയാളത്തിൽ അൽമനാറിൽ എഴുതുന്നു, മരിച്ചാ കേൾക്കൂൾ. കേട്ടോളി, ബുഖാരിയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അൽമനാർ എഴുതുന്നു. 950 ഒക്ടോബർ. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, ബുഖാരിന്റെ ഹദീസ് അറബി കൊടുത്തിട്ട് അതിന് ശേഷം മലയാളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഒരടിമ ഖബറിൽ വെക്കപ്പെടുകയും അവന്റെ ആളുകൾ അവനിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്താൽ അവരുടെ
ചെരുപ്പിന്റെ ശബ്ദം അവൻ കേൾക്കുന്നു. എന്താണ് റസൂൽ പറഞ്ഞത്? ഖബറിൽ വെച്ച മയ്യത്ത് ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുന്നു കേട്ടോ. ചെരുപ്പിന്റെ ശബ്ദം. ഇപ്പൊ കേൾവി കുറഞ്ഞോ അല്ലെ കൂടിയോ? മരിച്ചപ്പോ കേൾവി കുറഞ്ഞോ കൂടിയോ? കൂടി. അങ്ങനെ കൂടിയത് ഡോക്ടറായാ പോരാ, ചിന്തിക്കണോ? ഡോക്ടറായാ പോരാ, ചിന്തിക്കണോ? എന്തേ കൂടിയില്ലേ? ഞാൻ ചോദിക്കുന്നത്, ഒരു കാറിൽ കയറിയ ഒരാൾ എಲ್ಲಿ ഗ്ലാസ് ഒക്കെ പൊക്കിക്കളഞ്ഞു, കാറിന് കാറ്റ് പുറത്തേക്ക് വരുന്നില്ല, വായു അടക്കുന്നില്ല, അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് പറയുന്നത് കേൾക്കുവോ? കാറിന്റെ പുറത്തുള്ള ശബ്ദം കാറിനുള്ളിൽ കേൾക്കുവോ? പോകുമെന്ന് കാറിന്റെ ഗ്ലാസ് കയറ്റിയിട്ടൊന്ന് നോക്ക്, അപ്പുറത്ത് വിളിച്ചാൽ കേൾക്കുവോ? കേൾക്കൂല. എന്താ കാരണം? വായു. ഡോക്ടർ പഠിക്കണം വിചാരിക്കുന്നു. വായു കടക്കാത്ത സ്ഥലത്തുള്ള ശബ്ദം കേൾക്കൂല. ശബ്ദം കേൾക്കണേ വായുവിലൂടെ ശബ്ദം പോകേണ്ടത്. ശബ്ദ തരംഗങ്ങൾ വായുവിലൂടെ സഞ്ചരിക്കണം. അതിന് വായു കടക്കണം. ഇനി നോക്ക്, മരിച്ചിട്ട് ശബ്ദം കേൾവിൽ കൂടുന്നോ കുറയുന്നോ എന്നാ പറയുന്നത്. ഖബറിൽ തന്നെ എന്താ ഡോക്ടർ മനസ്സിലാക്കിയത്? ഓപ്പറേഷൻ തിയേറ്ററാ. ഖബറില് മനുഷ്യനെ ഖബറിൽ വെച്ചു, മേലെ മൂടൽ വെച്ചു, മേലെ മണ്ണൂട്ട്, ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കാറ്റ് വരുവോ? വായു കടക്കുവോ? വായു കടക്കുന്നു 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ നാറിയിട്ടാണ് നടക്കാൻ പറ്റൂ. വായു അങ്ങോട്ടും കടക്കുന്നില്ല. റസൂൽ പറഞ്ഞെന്താ? അൽമനാറിൽ പച്ച മലയാളത്തിൽ ബുഖാരിന്റെ ഹദീസിന്റെ നേരർത്ഥം പരിഭാഷ ചെയ്താൻ വായിച്ചു. ചെരുപ്പിന്റെ ശബ്ദം കേൾക്കൂ. ഖബറിലുള്ള ആൾ പുറത്തുള്ള ആൾ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കൂ. വായു കടക്കാത്ത ഖബറിന്റെ ഉള്ളിലുള്ള വായു അപ്പുറത്ത്, ഏത് പുറത്തുള്ള ആളെ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുന്നു. എങ്ങനെ കേൾക്കൂ? സാധാരണ കേൾക്കുവോ? മരിക്കുന്നതിന് മുമ്പാണെ കേൾക്കൂല, മരിച്ചാൽ കേൾക്കും. മരിച്ചാൽ കേൾവി കൂടുന്നു. തെളിവ് മുജാഹിദിന്റെ അൽമനാറാണ് കേട്ടോ. നിങ്ങൾ നിഷേധിക്കാൻ കഴിയോ? വായു കിടക്കാത്ത സ്ഥലത്ത് എങ്ങനെ ശബ്ദം കേൾക്കുന്നത്? അപ്പൊ മരിച്ചാൽ, അതായത് ആത്മാവ് പഠിക്ക്, ആത്മാവിന് കേൾവി നമ്മൾ വിചാരിച്ച പോലല്ല. അതുകൊണ്ടാ 4000 കൊല്ലം മുമ്പ് ഇബ്രാഹിം നബി വിളിച്ചു ഹജ്ജിന്. താളിപ്പറമ്പിലുള്ള ആള് കേട്ട് ഇബ്രാഹിം നബി വിളിച്ചിട്ട്. എന്താ കാരണോ? അത് ആത്മാവാണ്, ശരീരത്തിലുള്ള സമയമല്ല. ശരീരത്തിൽ കടക്കുന്നതിന് മുമ്പ് ആത്മാവ് കേട്ടതാണ്. ശരീരത്തിലുള്ളപ്പോ കേൾക്കുമ്പോൾ ഈ പറഞ്ഞ നിയമമൊക്കെ. ശരീരത്തിൽ നിന്ന് പുറത്തുപോയാൽ, സഹോദരന്മാരെ, ശരീരത്തിൽ നിന്ന് പുറത്തുപോയ റൂഹിനും ശരീരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള റൂഹിനും നിങ്ങളുടെ സാധാരണ മറ്റ് നിയമങ്ങൾ ബാധകം അല്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കോ, ഞങ്ങൾ ബദരീങ്ങളെ വിളിക്കുമ്പോ ബദരീങ്ങളെ ശരീരത്തെ ജഡത്തെയല്ല വിളിക്കുന്നത്, വഹീദ്ദീൻ ഷെയ്ഖിന്റെ ജഡത്തെയല്ല വിളിക്കുന്നത്, റസൂലുള്ളാഹിന്റെ ജഡത്തെയല്ല വിളിക്കുന്നത്. അവരെ ജഡങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ വിളിക്കുന്നത് അവരുടെ ആത്മാവിനെയാണ്. ആത്മാവിന് മരണമില്ല. ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങലേ ഉള്ളൂ. ഏതുപോലെ ഒരു കാറിലെ ഡ്രൈവർ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജഡമാകുന്ന വണ്ടിയിൽ നിന്ന് അത് ഓടിച്ചുകൊണ്ടിരുന്ന ആത്മാവ് പുറത്തിറങ്ങിയെന്നല്ലാതെ മരണമെന്ന് പറഞ്ഞാൽ ആത്മാവ് നശിക്കലല്ല. ഇതൊക്കെ ചിന്തിക്കണം. ഡോക്ടറായ പോരാ, പഠിക്കണം, ദീന് പഠിക്കണം. എന്നിട്ട് പണ്ഡിതന്മാരെ പറയും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കുക, അയാളുടെ ബുക്കിൽ, അയാളുടെ ലേഖനത്തിൽ അയാൾ പറയുന്നത് മരിച്ചാൽ കേൾവി കൂടുന്നാ പണ്ഡിതന്മാർ പറയുന്നത്. ഉറപ്പല്ലേ? എന്താ സംശയം? മരിച്ചാൽ എല്ലാം കൂടും എന്നനുസരിച്ച് മുങ്കർ നക്കീർ വന്ന് ഡോക്ടറെ കൊണ്ടാക്കി. മർറബുക വമാ ദീനുക. അറബി ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല, പരിഭാഷയൊക്കെ. എന്നാ ഡോക്ടർ പറയാ? ഏത് ഭാഷയിലാ ചോദിക്കുക? അറബി ചോദിച്ചാൽ ഡോക്ടർ എന്താ ചെയ്യാ? ഞങ്ങൾ കുത്തുവ പരിഭാഷയാണ് എന്നാ പറയാ. അപ്പൊ മരിച്ച ഭാഷ പ്രശ്നമല്ല, റൂഹിന് ഭാഷ പ്രശ്നമല്ല. റൂഹിന് ഭാഷ പ്രശ്നമല്ല, ദൂരം പ്രശ്നമല്ല, അങ്ങനത്തൊന്നും പ്രശ്നമല്ല. മരിച്ചാൽ കേൾക്കൂല എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരെ, ഞാൻ ചോദിക്കുന്നത് മുങ്കർണക്കീരൊന്ന് മറബുക്ക മൗലവി കേൾവില്ല കാണിച്ചു കൊടുക്ക, കിട്ടൂലേ അടി? പിന്നെ സുന്നികളെ കൊല്ലണമെന്ന് കാര്യം ഉണ്ടാവും. അപ്പം നിങ്ങൾ ചിന്തിക്കണം, മരിച്ചാൽ കേൾവി കൂടുകയാണ്, മരിച്ചാൽ കേൾവിയില്ല എന്ന വാദം അത് അബൂജഹലിന്റെ വാദമാണ്. അബൂജഹൽ ആദ്യമായി പറഞ്ഞു മരിച്ചാൽ തീർന്നു. അതിന്റെ വ്യാഖ്യാനമാണ് മരിച്ചാൽ കേൾവില്ല, മരിച്ചാൽ കാഴ്ചയില്ല എന്നതൊക്കെ അബൂജഹലിന്റെ സിദ്ധാന്തമാണ്.
മുസ്ലിമീങ്ങളെ സിദ്ധാന്തമല്ല. മരിച്ചതിന് ശേഷം സംസാരിച്ചത് ഖുർആനിലില്ലേ? യാസീൻ സൂറത്ത് നോക്ക്. ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ എറിഞ്ഞു കൊന്നു കളഞ്ഞു. ഖീല ദുഖുലിൽ ജന്ന. മൂപ്പരോട് എന്ത് പറഞ്ഞു? മരിച്ചപ്പോ സ്വർഗത്തിൽ കടന്നോന്ന് പറഞ്ഞു. സ്വർഗത്തിൽ കടന്നു. ആല സ്വർഗത്തിലെത്തിയിട്ട് മരിച്ച് സ്വർഗം കണ്ടിട്ട് പറയുകയാണ് മരണശേഷം. കാല പറഞ്ഞു. എന്തു പറഞ്ഞു? യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. എനിക്കല്ല ദോഷം പുറത്തു തന്ന വിവരം എന്നെ എറിഞ്ഞുകൊന്നവർ അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. കണ്ടു നിങ്ങൾ, മരിച്ചതിന് ശേഷം കറാമത്തുണ്ടായി, അത് പ്രഖ്യാപിക്കുകയും ചെയ്തത് ഖുർആനിലില്ലേ? അതുകൊണ്ട് മുജാഹിദീങ്ങൾ ഇതിന് പറ്റുമ്പോ യാസീൻ തന്നെ ഓതണ്ടാകും. കാരണം വിവരം അറിഞ്ഞുവല്ലോ. അതല്ലേ മാധ്യമം പത്രം പറഞ്ഞല്ലേ അറിവിന് വിലക്ക്. അറിവിന് വിലക്ക് എന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞു. അതാണ്. പക്ഷെ അവരെടുത്തുണ്ടായിരുന്ന സൂക്കേട് യാസീൻ ഓതണ്ട. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ഇനിയും അതിലേക്ക് കടന്നാൽ 100 ആയത്തുകൾ, ഹദീസുകൾ, അതിന് തെളിവ് പറയാനുണ്ട്. അധികം വേണോ? ഒരായത്ത് തന്നെ തെളിവ് പോലെ. നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇനി നിങ്ങൾ നോക്കൂ, മരിച്ചതിന് ശേഷം സഹായം. മരിച്ചതിന് ശേഷം സഹായം ഉണ്ടോ ഇല്ലേ? ഖുർആൻ എന്ത് പറഞ്ഞു? ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങൾ പള്ളിയിൽ പോണോ വേണ്ടേ നോക്കേ, അല്ല ആഫിയത്തെന്നെങ്കിൽ ഞാൻ പറയും. പക്ഷേ അതിനു മുമ്പ് ഈ വിഷയം ഒന്ന് വെളുക്കട്ടെ. ഇതല്ലേ അടിസ്ഥാനപരമായ വിഷയം, ഞങ്ങളെ കാഫിറാക്കിയ വിഷയം ഇതല്ലേ? നോക്കൂ നിങ്ങൾ, ഞാൻ എന്റെ വകയിലാണോ പറയുന്നത്? മരിച്ചതിന് ശേഷം സഹായമുണ്ടോ ഇല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് ഇവിടെ ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ അല്ലാഹു അയച്ചിട്ടില്ലേ? ആ അമ്പിയാക്കളെ മുഴുവനും അല്ലാഹു തആല അയക്കുന്ന സമയത്ത് അമ്പിയാക്കളോട് അല്ലാഹു ഒരു കരാറ് വാങ്ങിയില്ലേ? ആ കരാറ് ഖുർആനിലില്ലേ? എന്താണ് ആ ഖുർആനിലുള്ള കരാറ്? وَإِذْ أَخَذْنَا مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّن كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ رَسُولٌ مُصَدِّقٌ لِّمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنصُرُنَّهُ. അല്ലാഹു തആല അവൻ വിവരമില്ലാത്തവനല്ല. അല്ലാഹുക്ക് വിവരമില്ലെന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമല്ല. ആ അല്ലാഹുക്കറിയാം ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളെയും ശേഷമാണ് മുഹമ്മദ് നബി വരിക എന്ന് മുൻകൂട്ടി അറിയുന്ന അല്ലാഹ് മുർസലീങ്ങളോട് മുഴുവനും പറഞ്ഞത് എന്താണ്? ഓ നബിമാരേ, ഖുർആന വൈദാ ഖദിനാ മീസാഖൻ നബിയീന, നബിമാരോട് നമ്മൾ കരാർ വാങ്ങി. ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് ഖുർആനും അതുപോലെ അതിന്റെ വിവരണങ്ങളും ഒക്കെ ഞാൻ തന്നു. എന്നാൽ നിങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ, റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും, നിങ്ങളുടെ ആശയങ്ങളൊക്കെ ശരിയാണ്, നിങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെയും അല്ലാഹുവിന്റേതാണ് എന്ന് പറയുന്ന ഒരു റസൂല് അവസാനം വരും. ആ റസൂല് വന്നാൽ നബിമാരെ നിങ്ങൾ എന്ത് വേണം? ലതൂമിനുന്ന ബിഹി വലതൻസുറുന്നഹു, ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം. പോരാ, അവസാനം വരുന്ന നബിയെ നിങ്ങൾ സഹായിക്കണം കേട്ടോ. അവസാനം വരുന്ന നബിയെ അതിനു മുമ്പ് വന്നു പോകുന്ന നബിമാർ സഹായിക്കണമെന്ന് അമ്പിയാക്കളോടുള്ള കരാറ് വാങ്ങി. അവരാ കരാറ് അല്ലാഹുമായി കരാറ് ചെയ്തതിന് ശേഷമല്ലാതെ ഒരു നബിയെയും അയച്ചിട്ടില്ല. അപ്പൊ അമ്പിയാക്കൾ പിന്നീട് വരുന്ന റസൂലുള്ളാഹിനെ സഹായിക്കണം എന്ന് അല്ലാഹ് നേരത്തെ പറഞ്ഞു. അവരൊക്കെ ഖാലൂ അഖറർതും വഅഖൽതും അലാ ദാലികും ഇസ്രീ ഖാലൂ അഖറർനാ, എല്ലാ അമ്പിയാക്കളും ഞങ്ങൾ ആ കരാറ് സ്വീകരിച്ചു എന്ന് സമ്മതിച്ചു. അപ്പൊ മഹാന്മാരായ അമ്പിയാക്കളോട് മുഴുവനും കരാറ് വാങ്ങി. എന്ത് കരാറ്? റസൂലുള്ളാഹിനെ സഹായിക്കണം. അല്ലാഹുവിനോടെ അമ്പിയാക്കളൊക്കെ വന്ന് ലാസ്റ്റേ വരുള്ളൂ. അള്ളന്നെ പറഞ്ഞേണ്ട കുമ്മജാക്കും, നിങ്ങളൊക്കെ വന്നിട്ട് പിന്നെ മുഹമ്മദ് നബി വരും, അപ്പൊ സഹായിച്ചോളണം.
അപ്പൊ അമ്പിയാക്കൾ എന്ത് പറഞ്ഞു? പടച്ചോനും പിലാത്ര പോയില്ലാന്നാ എന്താ പറഞ്ഞു? പിന്നെ വരുന്ന നബിക്ക് വഫാത്തായി പോയാൽ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ലാന്ന് പറഞ്ഞോ? ഞങ്ങൾ റെഡിയാണ് എന്നാ പറഞ്ഞത്. ഞങ്ങൾ റെഡിയാ, നിങ്ങൾ സഹായിക്കും. അതുകൊണ്ട് തന്നെ നോക്കൂ മുസ്ലിമീങ്ങള്, നിങ്ങൾ വെറുതെ നിങ്ങളെ ബാപ്പമാരെ കാഫറാക്കല്ല. നിങ്ങളെ ഉപ്പാപ്പമാര് കാഫറാണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഖുർആൻ നോക്കൂ. ഖുർആൻ നിങ്ങൾക്ക് തിരിയുന്നില്ലെങ്കിൽ നിങ്ങൾ ശബാബ് വാരിക നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. ഇസ്റാ മിഅ്റാജ് നടന്നില്ലേ? ഓ ഡോക്ടറെ, നിങ്ങൾ പിലാത്തറയിൽ ഒരു സമ്മേളനം കഴിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഉരുക്കുകോട്ടയായ കണ്ണൂർ ജില്ല മുജാഹിദാക്കാമെന്ന് തെറ്റിദ്ധരിച്ചോ? അത് നടക്കുന്ന കാര്യമല്ല. എന്തേ? നോക്കൂ, നിങ്ങൾ ഈ കാണുന്ന ഈ സോവനീറില്ലേ, നിങ്ങൾ മുജാഹിദ് സഭയുള്ള സോവനീർ എന്ന് പറഞ്ഞ സോവനീർ മരിച്ചാൽ കേൾക്കില്ല എന്നല്ലേ നിങ്ങൾ ഇതിൽ പറഞ്ഞത്? ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ശബാബ് വാരിക വായിക്കുന്നവരാണ് ഞാൻ. ഇത് നിങ്ങളുടെ ശബാബല്ലേ? നിങ്ങളെ ഈ ശബാബ് വാരികയില് നിങ്ങള് മരിച്ചുപോയ അമ്പിയാക്കൾ കണ്ടു കേട്ടു എന്ന് മാത്രമല്ല, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ഭൂമിയിലേക്ക് വന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ട സ്ഥലത്ത് വെച്ച് ജമാഅത്തായി നിസ്കരിക്കാൻ റസൂലുള്ളാഹിന്റെ പിന്നിൽ വന്ന് തുടർന്ന് നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹിനെ സഹായിച്ചു എന്നും നിങ്ങളെ ശബാബിൽ കാണുന്നുണ്ടല്ലോ. എന്തേ ഡോക്ടർ ഉസ്മാനെ, നിങ്ങൾക്ക് ഖുർആൻ തിരിയില്ലെങ്കിൽ, ഹദീസ് തിരിയില്ലെങ്കിൽ ശബാബ് വാരിക ഒരു കോപ്പി വാങ്ങാൻ കയ്യിൽ കാശുണ്ടായിരുന്നില്ലേ? ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു, നോക്കൂ. ഇസ്റാവും മിഅ്റാജും ചില തെറ്റിദ്ധാരണകൾ മൗലവിമാർക്ക് ചിലർക്ക് തെറ്റിദ്ധാരണ കൂടിയുണ്ട്. അത് അവരൊന്ന് തിരുത്താൻ പോവാൻ. ഇത് തിരുത്തിയതപ്പാ വാഴക്കാട്ട് കൊത്തി പ്രസംഗം നടത്തിയപ്പോ അതിന്റെ ശേഷമായി ഇത് തിരുത്തിയത്, ഈ തെറ്റിദ്ധാരണ തിരുത്തിയത്. വാഴക്കാട്ട് പ്രസംഗിച്ചു ഞാന്, മുജാഹിദും മൗലവി അപ്പുറം പ്രസംഗിച്ചു, 9 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗിച്ചു. അവസാനം പരസ്പരം ഓരോരുത്തർ വായിച്ച ഗ്രന്ഥങ്ങള്, വായിച്ച ഉദ്ധരണികള് ഗ്രന്ഥത്തിൽ കാണിക്കണമെന്ന് മൗലവി അഖ്സാമുൽ ലദാത്തിന്റെ കിതാബ് വെച്ച് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. മൗലവി പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. കണ്ടോലാരുണ്ടോന്ന് ചോദിച്ചു. ആരും കണ്ടിട്ടില്ല. അവസാനം അതിൽ വായിച്ച ഉദ്ധരണികള് ഫൽസഫിയ എന്ന സ്ഥലത്ത് അക്ഷരം മാറ്റി സലഫിയ എന്ന് വായിച്ചു മൗലവി. എന്റെ കേസറ്റിന് ഞാൻ സ്ത്രീകൾക്ക് ജമാഅത്ത് പാടില്ല, അന്യപുരുഷന്മാരെ കൂടെ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രായം ചെന്ന വാർദ്ധക്യമുള്ള കിഴവികൾക്കും പോകാം, അതുപോലെ യുവതികൾക്കും പോകാം, പക്ഷേ അന്യപുരുഷന്മാര് പങ്കെടുക്കുന്ന പള്ളിയിൽ പോയിക്കൂടാ എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്യപുരുഷന്മാര് പങ്കെടുക്കുന്ന പള്ളിയിൽ പോയിക്കൂടാ എന്നുള്ള ഭാഗം കാട്ടിട്ട് യുവതികൾക്കും പോകാം വയസ്സത്തേക്കും പോകാം എന്ന് പേരോട് സമ്മതിച്ചു. എന്റെ കേസറ്റിന്റെ പകുതി കട്ടിട്ട് ആളുകളെ ലോകമൊട്ടാകെ തെറ്റിദ്ധരിപ്പിക്കുകയാണിപ്പോ. ഞാൻ പറഞ്ഞു, പരസ്പരം വായിച്ച ഗ്രന്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കാതെ സ്റ്റേജിൽ ഒരുമിച്ച് വിടണം. അവിടുത്തെ മുജാഹിദിന്റെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ റെഡിയാന്ന്. SSF എഴുത്തു കൊടുത്തു. 15 ദിവസത്തിലിടക്ക് ഇതിന്റെ മറുപടി തരണം, നമുക്കൊന്നായിട്ട് ഒരുമിച്ച് കൊണ്ടെന്ന് പറഞ്ഞു. മുജാഹിദിന്റെ 15 കഴിഞ്ഞു, 40 കഴിഞ്ഞു, 2ാമത്തെ ആണ്ടാണ് ഇവിടെ കഴിച്ചത് കേട്ടോ. ഇന്ന് വരെ ആ എഴുത്തിന് മറുപടി കിട്ടിയില്ല. അങ്ങനെ ആ വാഴക്കാട് പരിപാടി നിന്നുപോയത്. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ വാഴക്കാട് പരിപാടിക്ക് മുമ്പ് ലോകമൊട്ടാകെ ഇവർ പറയാറുള്ളത് മരിച്ചവർ കേൾക്കില്ല കാണില്ല എന്നായിരുന്നു. പരിപാടി നടന്നപ്പോ 96 ഡിസംബർ 15-ാം തീയതി ശബാബ് വാരിക ഈ എഴുതുന്നത് നിങ്ങൾ നോക്കൂ. ഇസ്രാ മിറാജിനെ സംബന്ധിച്ച് എഴുതിക്കൊണ്ട് പറയുന്ന, പിന്നീട് മിറാജ് കൊണ്ടുവരപ്പെട്ടു. അതിലായി 1-ാം ആകാശത്തിലേക്കും തുടർന്ന് മറ്റുള്ള ആകാശങ്ങളിലേക്കും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ നബിയും കയറിപ്പോയി. കേട്ടോളി, അവിടെ വെച്ച് പല അത്ഭുതങ്ങളും കാണപ്പെട്ടു. ഓരോ ആകാശത്ത് വെച്ചും മലക്കുകൾ നബിയെ സ്വീകരിച്ചു. ആദം, ഇദ്രീസ്,
അവർ അലൈഹിസ്സലാം പറഞ്ഞില്ല, നിങ്ങൾക്ക് പറഞ്ഞൂടെ? അവർക്കുണ്ടോ അലൈഹിസ്സലാം? ആദം, ഇദ്രീസ്, പിന്നെ ഞാൻ പറയാത്ത ഞാൻ പറഞ്ഞ അവര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നൂലേ? ആദം, ഇദ്രീസ്, മൂസ, ഈസ, ഇബ്രാഹിം തുടങ്ങിയ പ്രവാചകന്മാരുമായി നബി അവിടെ വെച്ച് സമ്പർക്കം പുലർത്തി. ആകാശത്തുനിന്ന് പ്രവാചകന്മാരുമായി സമ്പർക്കം പുലർത്തിയോ? കാണാത്ത, കേൾക്കാത്ത, ഒരു കഴിവില്ലാത്ത ആളുകളോട് സമ്പർക്കം പുലർത്തിയോ നബി? എന്നാ പോരാ, അതിന്റെ ശേഷം പറയും അവിടെ വെച്ച് 50 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടു. അനന്തരം മൂസാ നബി അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം മരിച്ചവർ നിർദ്ദേശിച്ചോ? മരിച്ചാൽ നിർദ്ദേശിക്കോ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം പ്രവാചകൻ അല്ലാഹുവിനോട് അപേക്ഷിച്ചതനുസരിച്ച് എണ്ണം കുറേശ്ശെ ചുരുക്കി 5 നേരമാക്കി ഇളവ് ചെയ്തു കൊടുത്തു. എന്നാൽ അവ 5 മാത്രമാണെങ്കിലും പുണ്യത്തിൽ 50 അതാരെ സഹായ? മരിച്ചാളെ സഹായോ ജീവിച്ചിരുന്ന ആളെ സഹായോ? മൂസാ നബി മരിച്ചിട്ടില്ലേ? ഇനിയും കേൾക്കൂ, ശബാറുകാരികയിൽ പറയുന്നു, പിന്നീട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇറങ്ങിപ്പോവുകയും അവിടെ വെച്ച് കണ്ട പ്രവാചകന്മാരെയും കൊണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുകയും ചെയ്തു. എങ്ങനെ? ബൈത്തുൽ മുഖദ്ദസിൽ ഇറങ്ങിപ്പോയിട്ട് അവിടെ വെച്ച് കണ്ട പ്രവാചകന്മാരെയും കൊണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചു. ബൈത്തുൽ മുഖദ്ദസ് ആകാശത്തിലോ ഭൂമിയിലോ? എവിടെ? അതിന്റെ ഫോട്ടോ ആയിരുന്നു. ഇത് ഭൂമിയിൽ നിന്നെടുത്തോ ആകാശത്തെടുത്തോ? ബൈത്തുൽ മുഖദ്ദസ് അതെവിടെ? ഈ ഭൂമിയിലല്ലേ മസ്ജിദുൽ അഖ്സ? അവിടെ അമ്പിയാക്കൾ റസൂലുള്ളാഹിനെ തുടർന്ന് നിസ്കരിച്ചു എന്നല്ലേ നിങ്ങളെ സഭ എഴുതിയത്? അപ്പൊ എന്തായി? ഖബറിൽ കിടക്കുന്ന അമ്പിയാക്കള് നിസ്കരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് കയറി വന്നു. നിങ്ങളെ ശബാബ് വാരികയില് നിങ്ങൾ എഴുതിയില്ലേ, ഇൻഷാ അല്ലാഹ് SSF ഇനിയും ശക്തിപ്പെടട്ടെ, SYS ഇനിയും ശക്തിപ്പെടട്ടെ, ജാമിയ സഅദിയ പോലെ, മഖറുസുന്നി പോലെ, കുറ്റ്യാടി സിറാജുൽ ഹുദ പോലെ, അതാ സർവസ്ഥാപനത്തിന്റെയും ഉമ്മയായ മർക്കദു സഖാഫത്തി സുന്നിയ പോലെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ ഇനിയും വളർന്നു വരട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് മമ്പർത്ത തങ്ങളെ വിളിപ്പിച്ചു തരാം, നിങ്ങളെ കൊണ്ട് മുഹൈദ്ദീൻ ശൈഖിനെ വിളിപ്പിച്ചു തരാം. നിങ്ങളല്ലേ ഒരു കാലത്ത് മരിച്ചവർ കേൾക്കില്ല എന്ന് പറഞ്ഞത്? നിങ്ങളല്ലേ ഒരു കാലത്ത് മരിച്ചവർ അറിയില്ല എന്ന് പറഞ്ഞത്? ഇപ്പൊ മരിച്ചുപോയ അമ്പിയാക്കൾ ഖബറിൽ എഴുന്നേറ്റ് വന്ന് റസൂലുള്ളാഹിന്റെ പിന്നിന്ന് നിസ്കരിച്ചുവെന്ന് നിങ്ങളെ മുഖപത്രമായ ശബാബുകാരികയില് 1996 ഡിസംബർ 16 തീയതി എഴുതി വെച്ചില്ലേ? മുജാഹിദേ, എന്തിനാണ് നീ പാവപ്പെട്ട നീ ഈ മൗലവിമാരെ കുടുക്കിൽ കുടുങ്ങിപ്പോകുന്നത്? അല്ലാഹു നിനക്ക് ഹിദായത്ത് നൽകട്ടെ, അല്ലാഹു സത്യം മനസ്സിലാക്കി തരട്ടെ. ഞങ്ങൾക്ക് വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. നിങ്ങളെ നേതാക്കൾ ഞങ്ങളെ കാഫിറാണെന്ന് പറഞ്ഞു. വേദനയുണ്ട് ഞങ്ങളെ മനസ്സിൽ, വേദനയുണ്ട്. ഞങ്ങളെ മാത്രമല്ലല്ലോ പറഞ്ഞത്, ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരെയുമല്ലേ പറഞ്ഞത്, ലോകത്തുള്ള മുഴുവൻ ആളുകളെയുമല്ലേ പറഞ്ഞത്. ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ആരാണ്? അവിടുത്തെ ബഹുമാനവും പാണ്ഡിത്യമൊന്നും ഇപ്പോൾ പറയാൻ സമയം പോരാ. അവിടുത്തെ ശിഫാഉ സഖാമിൽ എഴുതി വെച്ചില്ലേ, ഇഅലം, നീ ഉറപ്പിച്ചോ, സംശയിക്കണ്ട, അന്നഹു യജൂസു ويحسن التوسل والاستغاثة والتشفع بالنبي صلى الله عليه وسلم إلى ربه سبحانه وتعالى. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളെ ഇടയാളനാക്കി ചോദിക്കുക, റസൂലുള്ളാഹിനെ വിളിച്ച് നേരിട്ട് സഹായം ചോദിക്കുക, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് ചോദിക്കുക. ഈ കാര്യങ്ങളെല്ലാം അനുവദനീയമാണ്, പുണ്യകർമ്മമാണ്, നല്ല കാര്യമാണ്. നീ അത് മനസ്സിൽ ഉറപ്പിച്ചോ, തെറ്റിപ്പോകണ്ട. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്നു, വജവാദു ദാലിക വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീനിൻ. അങ്ങനെ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്നത് നല്ല കാര്യമാണ്, പുണ്യകർമ്മമാണ് എന്നത് ദീനുള്ള മുഴുവൻ ആളുകൾക്കും അറിയുന്ന കാര്യമാണ്. അൽ മഅറൂഫതി മിൻ ഫിഅലിൽ അംബിയാഇ വൽ മുർസലീൻ. അംബിയാ മുർസലീകളൊക്കെ ചെയ്ത പണിയാണ് റസൂലുള്ളാഹിനെ വിളിച്ചു പറയുക എന്നത്. വസിയർ സലഫ് സ്വാലിഹീന. എന്താണ് ഈ സലഫ്? സഹാബത്ത് മുതൽ താബീകൾ മുതലുള്ള യഥാർത്ഥ സലഫ്. സലഫിയ എന്ന് പറയുന്ന സലഫല്ല, മുതലക്കുളം മൈതാനി പോലെയുള്ള മുതലയല്ല, മറിച്ച് സലഫ് സ്വാലിഹീകൾ, ഒറിജിനൽ സലഫ്, ബഹുമാനപ്പെട്ട സഹാബത്ത് താബീകളടക്കം എല്ലാ മഹാന്മാരുടെയും ചരിത്രം കൊണ്ട് തെളിയും അവരെല്ലാം റസൂലുള്ളാഹിനെ വിളിച്ചവരാണ്. വല്ലുലമായി വല്ലവാമി മിനൽ മുസ്ലിമീൻ. സർവ മുസ്ലിം പണ്ഡിതന്മാരും സാധാരണക്കാരും ചെയ്തു വരുന്നതാണ്. വലം യുംകിറുദാലികാഹുൻ മിൻ അഹ്ലിൽ അദിയാൻ. ഒരൊറ്റ മതവിശ്വാസി അതിനെ ഇന്ന് വരെ ചോദ്യം ചെയ്തിട്ടില്ല. വലാ സുമിഅ ഫീ സമനിൻ മിനൽ അസ്മാൻ. ഒരു കാലത്തും ഒരു പണ്ഡിതനും റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്നതിനെതിരെ ഒരക്ഷരം ഊരിയാട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഹത്താജാ ഇബ്നു തൈമിയ, ഇബ്നു അബ്ദുൽ വഹാബിനെ ആകർഷിച്ച ഗ്രന്ഥം ഇബ്നു തൈമിയയുടേതല്ലേ. ആ ഇബ്നു തൈമിയ വരുന്നത് വരെ ലോകത്തൊരാളും അത് പറഞ്ഞില്ല, അതിനെതിരെ പറഞ്ഞില്ല. ഫതകല്ലമ ഫീ ദാലിക ബികലാമിൻ യുലബ്ബിസു അൻ വഫാഇൽ അഗ്മാർ. മൂഢന്മാരായ ബുദ്ധിയില്ലാത്ത മൂഢന്മാരായ ദുർബലരായ ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില സംസാരം ഇബ്നു തൈമിയ്യ സംസാരിച്ചു പോയി. വബ്തദഅ മാ ലം യസ്ബഖ ഇലൈഹി സായിറുൽ അശ്വാർ. അതേ ആദം നബിയുടെ കാലത്ത് മുതൽക്ക് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം 700ഓളം കൊല്ലം വരെ ലോകത്തൊരു പണ്ഡിതനും പറയാത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ ഇടയാളനാക്കിക്കൂടാ, റസൂലുള്ളാഹിനെ വിളിച്ചു പറഞ്ഞുകൂടാ, സഹായം ചോദിച്ചുകൂടാ എന്ന വാദം കൊണ്ട് ഇബ്നു തൈമിയ്യ സുന്നത്ത് ജമാഅത്തിന്റെ പാളയത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിപ്പോയി എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഇബ്നു തൈമിയ്യയുടെ അതേ കാലത്ത് തന്നെ ഇബ്നു തൈമിയ്യ ആക്ഷേപിച്ചുകൊണ്ട് ശിഫാഉ സഖാബ് എന്ന ഗ്രന്ഥത്തിന്റെ 133ാമത്തെ പേജിൽ എഴുതി വെച്ചില്ലേ. ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. സർവ പണ്ഡിതന്മാരും കാഫിറാണ്, ശിർക്ക് ചെയ്ത മുശ്രിക്കാണ് എന്ന് പറഞ്ഞാൽ ചെറിയ പാചകമാണോ അത്? മുസ്ലിം സമുദായം പൂർണ്ണമായി കാഫിറാണ് എന്ന് പറഞ്ഞാൽ ചെറിയ പാചകമാണോ അത്? എന്നിട്ട് മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം കളവുകളാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും പേരിൽ വെച്ച് കിട്ടുന്നത്. എന്ത് ഖുർആൻ ഹദീസിന്റെ പേരിൽ മാത്രം സർവ മഹാന്മാരോടും ഇവർക്ക് വിദ്വേഷം. എന്താണത്? ഞാൻ പറയുന്നത് മുജാഹിദിൽ പെട്ടുപോയ സാധാരണക്കാരെ പറ്റിയല്ല. അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അവരെ പറ്റിച്ചു കളഞ്ഞവരെ പറ്റിയ നിങ്ങൾ നോക്ക്. ഞാൻ നീട്ടുന്നില്ല. കളവ് പറയുന്ന വല്ല പടിയുണ്ടോ മൗലവിമാർ വിശ്വസിക്കാൻ പറ്റുമവരെ? ഇതെന്താണ്? ഒരു ഉദാഹരണം നേരത്തെ ഞാനൊന്ന് പറഞ്ഞു. ഇത് വേറൊന്ന് അല്ല രസമുള്ള എന്താണ്? ഇത് മുജാഹിദിന്റെ അൽമനാറ്. ഇതിന്റെ മുകളിലുണ്ട് റൗലന്റെ ഫോട്ടോ, റസൂലുള്ളാഹിന്റെ ജാർത്തിന്റെ ഫോട്ടോ. 980 ജൂലൈ, വില ₹1. അന്നൊന്നേ. ഇതിൽ പറയുന്നത് അള്ള വെള്ളത്തിൽ വീണല്ലോ. കേട്ടോളൂ. ഇത് ലേഖനം ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കാഫിറാണ് എന്ന് പറയാൻ വേണ്ടി എഴുതിയ ലേഖനമാണ്. ഈ ലേഖനത്തിൽ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയും, യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമാം. ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം മുഹീദ്ദീൻ ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു. എന്നിട്ട്
മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ആക്ഷേപിച്ച് അവസാനം പറയുന്നത് ഇയാൾക്കതിനാണ് മുഹീദ്ദീൻ പേര് വെച്ച്. മുഹയ്യിദ്ദീൻ എന്ന പേരാണ് ശൈഖിന് തികച്ചും അനുയോജ്യമായത് എന്ന് പറഞ്ഞുകൊണ്ട് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നാരായണായ നമഃ എന്ന വിശ്വാസക്കാരനാണ്, ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് പറഞ്ഞ ലേഖനങ്ങൾ അതിൽ പറയുന്നത് നോക്കുന്നത്. ജ്ഞാനമൂർത്തിയിൽ ശൈഖ് പറഞ്ഞ വാക്കുകൾക്ക് പുറമെ ഇഷ്ടഗണങ്ങൾ പലതും പറിച്ചുവിട്ടു. അവയിൽ ഒന്നാം സ്ഥാനം അർഹിക്കുന്നത് ശൈഖ് അവറുകളുടെ കുട്ടിറൂഹിന് അല്ലാഹു ഹൗദുൽ കൗസർ കാണിച്ചു കൊടുത്തതാണ്. മറുകര കാണാൻ കഴിയാത്തത്ര വീതി, അടിയില്ല, കട്ടിയേറിയ തേനാണ് അതിലൂടെ ഒഴുകുന്നത്. കുട്ടിറൂഹ് കാതളിന് ആവശ്യപ്പെട്ടു. ഒരു കോരൽ എടുത്തു കൊടുത്തു, രുചി നോക്കി, അല്ലാഹുവിനെ അഭിനന്ദിച്ചുകൊണ്ട് കുറെ ഉള്ളിൽ നിന്നുള്ള ഒരു സാമ്പിൾ ലഭിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അത് എടുത്തു കൊടുത്തു. കുട്ടിയെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. അല്ലാഹു ആ നദിയിൽ വീണു. അടിയില്ലാത്ത നദി, തേനിന്റെ വഴുവഴുപ്പ് കാരണം വക്കിനു പിടുത്തം കിട്ടുന്നില്ല. അല്ലാഹ് ഹൗദുൽ കൗസറിൽ വീണിട്ട് തേനിന്റെ വഴുവഴുപ്പ് കൊണ്ട് അള്ളാഹ്ക്ക് വക്കിന് പിടുത്തം കിട്ടിയില്ല. അനശ്വരനായതുകൊണ്ട് മുങ്ങി മരിക്കാനും വയ്യ, പറ്റോ നശിക്കൂല, അതുകൊണ്ട് മുങ്ങിയിട്ട് മരിക്കുന്നില്ല, വെള്ളത്തിൽ കുടുങ്ങി. അപ്പോഴാണ് ഈ കുട്ടിയിൽ ഞാൻ ഉൾപ്പെടുത്തിയ ശക്തിവിശേഷം ഓർമ്മ വന്നത്. ഉടനെ യാ ഗൗസുല്ലാദം അഗ്സിനി, ഏറ്റവും മഹാനായ സംരക്ഷക എന്നെ രക്ഷിക്കൂ എന്ന അഭ്യർത്ഥന ഉണ്ടായി. അത് അല്ലാഹുവേ കൈപിടിച്ച് ഒറ്റവലിക്ക് ചരക്ക് കയറ്റിയത്രേ എന്തായി പറഞ്ഞത്. നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പോലും അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട്. നമുക്ക് അള്ളാഹ്ക്ക് കൈയുണ്ട് വിശ്വസിക്കുന്നത് നമ്മൾ, അത് വിശ്വസിക്കുന്ന വേറെ കമ്പനി, അതപ്പുറം തന്നെ. ഞങ്ങൾക്ക് അള്ളാഹ്ക്ക് കൈയുണ്ട് വിശ്വസിക്കുന്നു. അള്ളാഹു സ്ഥലത്ത് ഇരിക്കുന്നോ വിഴുന്നോ നടക്കുന്നോ പോകുന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങളെ സാർവ മദ്രസയിലെ ബുക്കിലും അള്ളാഹു സ്ഥലകാലതീതനാണ്, സ്ഥലങ്ങളെയൊക്കെ അള്ള ഉണ്ടാക്കിയതാണ്, അതിന് മുമ്പിൽ അള്ളുണ്ട്, അന്നും ഇന്നും അള്ളാഹ്ക്ക് മാറ്റില്ല. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഞങ്ങൾ അള്ള വീടുവെന്നു അള്ളാഹ്ക്ക് കൈയിട്ടുവെന്നു ഞങ്ങൾ പറയൂ. അപ്പോൾ സുന്നികളെ കബറാക്കാൻ വേണ്ടി പച്ചക്കള്ളം. സുബ്ഹാനല്ലാഹ്. മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 1980 ജൂലൈ മാസത്തിൽ എഴുതി. ഈ നിലക്ക് ഒരൽപ്പം പോലും സത്യസന്ധതയില്ലാത്ത കളവ് കൊണ്ട് മാത്രം എന്താണ് യാ റസൂലല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര സലാത്തികളും സഹോദരന്മാര്. റസൂൽ പറഞ്ഞതിലെ കസ്സാബുന, ധാരാളം കളവ് പറയുന്ന കമ്പനി ആയിരിക്കും കേട്ടോ, പൂർവിക തളിപ്പറയുന്ന കമ്പനി എന്ന് പറഞ്ഞില്ലേ. കളവിനുണ്ടോ വശം? കളവിനുണ്ടോ വശം? ഇത്ര പരസ്യമായിട്ട് തിരിയുന്ന കാര്യം ഇത്ര കള്ളത്തിൽ പറഞ്ഞ ഒരു ആയത്ത് വരിസിലും എത്ര കക്കൂ? നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ സത്യസന്ധത എന്ന ഒരു വിഷയം അടുത്തുകൂടി പോയിട്ടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ അവസ്ഥ. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കളെല്ലാം റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ചു എന്ന് പറഞ്ഞില്ലേ. നിസ്കരിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്പിയാക്കളോട് അല്ലാഹു തആല അമ്പിയാക്കളോട് ചോദിക്കാൻ വേണ്ടി റസൂലുള്ളാഹിനോട് കൽപ്പിക്കുന്ന ആയത്ത് ജിബ്രീൽ മുഖേന എത്തിച്ചു കൊടുത്തു. അന്നേക്ക് മുമ്പ് നമ്മൾ പറഞ്ഞേച്ച ഇവരോട് അഥവാ മുർസലീങ്ങളോട് ചോദിക്കൂ നബിയേ. മൗലവിമാര് ചോദിക്കാറുണ്ട്, മരിച്ചുപോയവരോട് ചോദിക്കാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ടോ, ചോദിച്ചിട്ടുണ്ടോ? ഈ മുർസലീങ്ങളോട് ചോദിക്കൂ നബിയേ. അർത്ഥം ഞാൻ മാറ്റിയിട്ടുണ്ടോ?
ഉമർ മൗലവിന്റെ ഖുർആൻ പരിഭാഷ വായിച്ചു നോക്കൂ ഡോക്ടറെ. ഉമർ മൗലവി അത് എഴുതിയിരിക്കുന്നത് എന്താ എഴുതിയത്? ദൂതന്മാരോട്, നിനക്ക് മുമ്പ് നാം പറഞ്ഞേച്ച ദൂതന്മാരോട് ചോദിക്കൂ എന്നാണ്. ഈ ദൂതന്മാർക്കാണ് മുർസലീങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് മൗദൂദിയും എഴുതിയത്. നിനക്ക് മുമ്പ് നാം പറഞ്ഞേച്ച എല്ലാ ദൂതന്മാരോടും എല്ലാ പ്രവാചകരോടും ചോദിച്ചു നോക്കൂ എന്നാണ് മൗദൂദി സാഹിബും എഴുതിയത്. ജമാഅത്ത് ഇസ്ലാമിയുടെ പരിഭാഷയിലുമുള്ളത് അങ്ങനെയാണ്. അപ്പൊ റസൂലുള്ളാഹിനോട് മുമ്പെങ്ങാനും വഫാത്തായി പോയ അമ്പിയാക്കളെ വിളിച്ചു ചോദിക്കാൻ അല്ലാഹ് കൽപ്പിച്ചിരിക്കുന്നു. ചോദിച്ചോ? ആദ്യം റസൂലുള്ളാഹി എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ചോദിക്കുന്നില്ല. പക്ഷേ പിന്നീട് അല്ലാഹ് കൽപ്പിച്ചതുകൊണ്ട് ചോദിച്ചു. ഖുർതുബിയിൽ കാണാം ലഖയഹും വസാലഹും, ചോദിച്ചു. ഇവിടുന്ന് കിട്ടി അമ്പിയാക്കൾ ഔലിയാക്കൾ വിളിച്ച് ചോദിച്ചുകൂടാം. ഏതാഴ്ചയിലുള്ളത്? ഏത് ഹദീസിലാണുള്ളത്? എന്തിനു നിങ്ങൾ ഈ മുസ്ലിം സമൂഹത്തെ മുഴുവൻ കാഫിറാക്കി? ചെറിയതാണോ ഒരു വിഷയം? ഇനി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. എന്ത് ചെയ്യൂ? ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യും. ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വിഷയത്തെ ഞാൻ മാറും. നിങ്ങൾ പെണ്ണുങ്ങളുടെ ജുബാനെ പറ്റി കുറിച്ച് പറയാൻ. മന്ത്രിക്കാൻ പറ്റൂല, പിന്നാണ് എഴുതാൻ പറ്റൂലല്ലോ. ഞാനിപ്പോ അതിനെപ്പറ്റി വിശദമായി പറയുന്നില്ല. ഊർക്കുന്നൂലി എന്റെ ഒരു കേസിട്ടുണ്ട്, വാങ്ങിക്കോട്ടോളി. സാറ് മൗലവിമാരെയും മന്ത്രിക്കണോ? ആ മൊഹീദ്ദീമാലെ ചൊല്ലി മന്ത്രിക്കണം, അല്ലാണ്ട് ഈ സൂക്കേട് മാറും. നിങ്ങൾ ശരിക്കും ചിന്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചിട്ടില്ലേ? മന്ത്രിക്കാൻ കൽപ്പിച്ചിട്ടില്ലേ? ബുഖാരിയിലെ മുസ്ലിമിലെ ഹദീസില്ലേ? റസൂലിനെ വെള്ളം മന്ത്രിച്ചോട്ടെ. നിങ്ങളുടെ സുബ്ഹാനല്ലാഹ്, ഉമർ മൗലവി പുറത്തിറക്കുന്ന സെൽസബീര് മാസികയിലില്ലേ റസൂലുള്ള വെള്ളം മന്ത്രിച്ചോട്ട്? 981 മെയ് മാസ സെൽസബീർ 24-ാം പേജിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കൊണ്ടുവന്നു, ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് കുടിക്കാൻ കൊടുത്തു എന്ന് കാണാം. അതിനെ മന്ത്രിക്കാൻ തരാം. അപ്പോൾ എന്തിനു നിഷേധിക്കണം? പിന്നാണ് നിങ്ങളുടെ വലിയ നേതാവായി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇബ്നു തൈമിയ്യ അൽ ബയാനുൽ മുബീൻ ഫീ അഖ്ബാരിൽ ജിന്നി വശയാത്തീൻ എന്ന ഈ ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരിയുടെ ഉസ്താദായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സഹാബത്തിൽ നിന്ന് പിന്നാണം എഴുതി കൊടുത്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികൾ പിന്നാണം എഴുതി കൊടുത്ത വിഷയം ഹദീസായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? കിതാബത്ത് സയ്യിദുൽ ഖുർആനിൽ മർവാ, രോഗികൾക്ക് പിന്നാണം എഴുതി കൊടുക്കുന്നതിന്റെ അധ്യായം എന്ന് പറഞ്ഞ അധ്യായം തന്നെ കൊടുത്തിട്ട് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇബ്നു അബ്ബാസ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ സുറഅൽ മർഅതി, പെണ്ണിന് വിലാദത്തുഹാ, പെണ്ണിന് പ്രസവവേദന പ്രയാസമായാൽ ഫൽയുക്തബി, എഴുതി കൊടുക്കട്ടെ, ബിസ്മില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാന റബ്ബിൽ അർശിൽ അലീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها كأنهم يوم يرون ما يوعدون لم يلبثوا إلا ساعة من نهار بلاغ فهل يهلك إلا القوم الفاسقون. എന്നെ പിജാണത്തിൽ എഴുതി കൊടുക്കാൻ വേണ്ടി സഹോദര റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് ദീന് പഠിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉപദേശിച്ച വിവരം ആരാണ് എഴുതി വെച്ചത്? ഇമാം ബുഖാരിയുടെ ഗുരുവര്യരായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു എഴുതിയിട്ട് ആ ഹദീസ് പിന്നാണത്തിന്റെ തെളിവായി ഞങ്ങളല്ല, നിങ്ങളെ മുജാഹിദ് സെന്ററിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തില് അത്ര വിവരമുള്ള ഒരു പണ്ഡിതൻ ലോകത്തിലേറെ ഇല്ലെന്ന് വിശേഷിപ്പിച്ച ഇബ്നു തൈമിയ്യ ഈ ഗ്രന്ഥത്തിൽ അൽ ബയാനുൽ മുബീൻ ഫീ അഖ്ബാരിൽ ജിന്നി വശയാത്തീൻ എന്ന ഗ്രന്ഥത്തിൽ വരെ എഴുതി വെച്ചിട്ടില്ലേ? എന്തിനാണ് നിങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ നിങ്ങളെ നേതാക്കന്മാരെ തന്നെ തരണ്ടായിട്ട് സംസാരിക്കുന്നത്? ഇരിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ എന്ത് ചെയ്തു?
മുജാഹിദ് എന്ത് ചെയ്തു? മുജാഹിദിന് മനം മരിച്ചിട്ടെങ്കിലും മരുവോളെ കണ്ണീര് കാണോ? അതിനെന്ത് പറഞ്ഞു വരുമോ? അബൂജഹലിന് വലിയ കേടൊന്നുമില്ല. ഇവിടെ ഒരാൾ പ്രസംഗിച്ച് എന്താണ് അതിന്റെ പേര്? സാക്കിർ നായിക്കോ. അയാൾ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചറിയോ? യുക്തിവാദികൾക്ക് വലിയ മോശമൊന്നുമില്ല. അതെന്താ? ലാ ഇലാഹ എന്നവരും പറയുന്നുണ്ടല്ലോ. ഞാൻ വായിച്ചതാ കേട്ടോ. യുക്തിവാദികളെ അദ്ദേഹം ഒരർത്ഥത്തിൽ അഭിനന്ദിച്ചു. യുക്തിവാദികൾ ചിന്തിക്കുന്നവരാ. അല്ല സാറായി യുക്തിവാദികൾ ചിന്തിച്ചിട്ട് അള്ളയില്ലാന്ന് കണ്ടുപിടിച്ച് നല്ല യുക്തിയ. അള്ളല്ലാന്ന് കണ്ടുപിടിച്ചവർ ചിന്തിക്കുന്നവരാണ്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അള്ള പറയുന്നത് അള്ളല്ലാന്ന് പറയുന്നവര്, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയാത്തവര്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കാൻ കഴിയാത്തവര്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തകന്മാരല്ല എന്നല്ല. സാക്കിർ നായിക്ക് പറഞ്ഞതോ? അതല്ല പറഞ്ഞ. സാക്കിർ നായിക്ക് വന്നിട്ട് പറയുന്നത് അല്ലല്ല, അത് യുക്തിവാദികൾ ചിന്തിക്കുന്നവരാ. എന്നിട്ട് പറയാണ് ആരെ തൃപ്തിപ്പെടുത്താനാ? അവർ ദൈവങ്ങളെ നിരാകരിക്കുന്നു. അതാ അവർ ചിന്തിക്കുന്നവരാന്ന് പറയുന്നത്. കാരണം അവർ ദൈവങ്ങളെ നിരാകരിക്കുന്നു. ഇസ്ലാമിക ആദർശ പ്രഖ്യാപനവും ആദ്യം ദൈവങ്ങളെ നിരാകരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലാ ഇലാഹ എന്നാൽ ദൈവങ്ങളില്ല എന്നാണല്ലോ. നിങ്ങൾ നോക്ക്, യുക്തിവാദികൾ അംഗീകരിക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പൗതി കത്ത്. എന്തിന്? ഇതാണോ ഇസ്ലാം മതം? സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കൂ. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. 1990 ഡിസംബർ 20 ശനിയാഴ്ചത്തെ മാധ്യമം പത്രമാണ് ഞാൻ നോക്കി വായിച്ചത്. എന്റെ സഹോദരന്മാര്, ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഭൂമി ലോകത്ത് ഇറങ്ങുന്ന സമയത്ത് മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് സുന്നികളുമെന്നാണ് ഇപ്പൊ പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ ചിന്തിക്കുക, മക്ക മുശ്രിക്കുകളുടെ അവസ്ഥ എന്താണ്? അള്ളാഹു അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. മക്ക മുശ്രിക്കുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവര് കിബ്ർ കാണിക്കും, അതവർ അംഗീകരിക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നത് അവർ അംഗീകരിക്കൂല. സുന്നികൾ അങ്ങനെയാണോ? സുന്നികളെ ബാഗ് നിർത്തുമ്പം തന്നെ ചിലപ്പോ ആയിരക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഞങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കൂട്ടാക്കാത്ത, അത് അംഗീകരിക്കാത്ത മുശ്രിക്കുകളെ പോലെയാണത്. പറഞ്ഞാലത് നീതിയാണോ? നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മുസ്ലിമീങ്ങള്, ശരിയും നിങ്ങൾ നോക്ക്. അള്ളാന്റെ ഖുർആൻ പറയുന്ന മക്കാ മുശ്രിക്കുകളെ പറ്റി, വയഖൂലൂന ഇന്നാ ലതാരികു ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹ് പറഞ്ഞേറ്റ റസൂലാണെന്ന് പറയുമ്പോ മക്കാ മുശ്രിക്കുകൾ പറയുന്നു നമ്മളത് സമ്മതിക്കൂല. മുഹമ്മദ് അല്ലാഹ് പറഞ്ഞേറ്റ ആളല്ല, ശായിറും മജ്നൂൻ. അദ്ദേഹം ഒരുപക്ഷേ ജിന്ന് കൂടിയതിന്റെ വകയിൽ എന്തൊക്കെയോ പറയുന്നത്, അല്ലെങ്കിൽ മാനസിക രോഗിയായ ഒരു പാട്ടുകാരനാണ് അവൻ. റസൂലേ അല്ല, റസൂലല്ല. മുഹമ്മദ് അല്ലാഹ് പറഞ്ഞേറ്റ ആളല്ല. അല്ലാതെ ഇലാഹില്ല എന്ന് ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പരസ്യമായി അവർ പ്രഖ്യാപിച്ചിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ മുശ്രിക്കീങ്ങളെ പറ്റി പറയുന്നു. അതേ മുശ്രിക്കീങ്ങളെ പോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന സുന്നികളും എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ അനീതിയാണ്, ധിക്കാരമാണ്. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കൂ. ആളുകളെ പറ്റിക്കാൻ വേണ്ടി മൗലവിമാർ പറയും മുശ്രിക്കുകൾക്ക് അല്ലാഹുവിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ വിശ്വസിക്കലാവോ? ഓടോ അല്ലാഹുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ വിശ്വസിക്കലാവോ? ഇസ്ലാം മതമുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കലാവോ? മുജാഹിദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മുജാഹിദിൽ വിശ്വസിക്കലാവോ? മുഹമ്മദ് നബി ഉണ്ട് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഉണ്ട് പറഞ്ഞാൽ മുഹമ്മദ് നബി വിശ്വസിക്കലാവോ? അബൂജഹലിനോട് മുഹമ്മദ് നബി ഉണ്ട് അത് മുഹമ്മദ് നബി വിശ്വസിക്കലാവോ? അള്ളാഹുവിൽ വിശ്വസിക്കാം, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാൻ പറഞ്ഞാൽ എന്താണ്?
ശരീക്കില്ലാത്ത, കൂറുകാരനില്ലാത്ത അല്ലാഹു, ഒരു ന്യൂനതയുമില്ലാത്ത അല്ലാഹു, എല്ലാ നിലക്കും ഏകനായ അല്ലാഹു, എല്ലാത്തിലും സ്വയം കഴിവുള്ളവനായ അല്ലാഹു. അങ്ങനെ അല്ലാഹുവിന് നമ്മള് 20 വാജിബായ സിഫത്തും 20 മുസ്തഹീലായ സിഫത്തും ഒരു ജാഹിലായ സിഫത്തും പഠിച്ചിട്ട് മദ്രസയിൽ അതൊക്കെ അല്ല അല്ലാഹുവിനെ വിശ്വസിക്കണം. എന്നാലേ അല്ലാഹുവിനെ വിശ്വസിക്കലാവുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ വിശ്വസിക്കലാവില്ല. ഇത് മനസ്സിലാക്കോ? മുഹമ്മദ് നബി ജനിച്ചു എല്ലാവർക്കും അബൂജഹലിനോട് മുഹമ്മദ് നബി ജനിച്ചു കൊണ്ട് മുഹമ്മദ് നബി വിശ്വസിക്കാവോ? മുഹമ്മദ് ഒരാളുടെ മുഹമ്മദ് നബി വിശ്വസിക്കാവില്ല. അള്ള പറഞ്ഞേറ്റാളാണ് വിശ്വസിക്കണം. നബിയുടെ പ്രത്യേകത വിശ്വസിക്കണം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നോക്കൂ, ഖുർആനിൽ അല്ലാഹു തആല ആവർത്തിച്ച് പറയുന്നു, വല്ലദീന ആമനൂ ബിൽ ബാത്തിലി വകഫറൂ ബില്ലാഹ്, അവരല്ലാഹുവിൽ അവിശ്വസിച്ചവരാണ്. അള്ള വേറൊരു സ്ഥലത്ത് പറയുന്ന അങ്കബൂത്ത് സൂറത്തിലാണ്. അതെങ്കിൽ റാഅദ് സൂറത്തിൽ അള്ള പറയുന്നത് ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം, അവരല്ലാഹുവിൽ അവിശ്വസിച്ചവരാണ്. ഇങ്ങനെ എത്രയോ ആയത്തുകളിൽ ആവർത്തിച്ച് അള്ള പറയുന്നത് അതാ മുശ്രിക്കീകൾ അല്ലാഹുവിനെ കൊണ്ട് അവിശ്വസിച്ചവരാണ്. ذلك بأنهم كفروا بالله ورسوله. വേറെ ആയത്തിൽ അള്ള പറയുന്നത് ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും അവിശ്വസിച്ചവരാണവർ. അവരൊരിക്കലും വിശ്വസിച്ചവരല്ല. എന്റെ അള്ളണ്ട് എന്ന് പറയുമ്പോ തന്നെ അവർ പറയുന്നു അള്ളാനെ ഞങ്ങൾ ചീത്ത അറിയൂ. പടച്ചവൻ കയ്യ മുശ്രിക്കുകളെ ലാ തസുബ്ബുല്ലദീന യദൂന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽമിൻ. ഖുർആന അള്ളാനെ ചീത്ത പറയാൻ അവർ ഒരുങ്ങുന്നു. അള്ളാഹുവിൽ വിശ്വാസമുള്ളവൻ അള്ളാനെ ചീത്ത പറയുമോ? ഖുർആനല്ലേ അള്ളയും പറയുന്നു. നോക്ക് നിങ്ങൾ, മോമിനീകളോട് അവർക്കുള്ള വെറുപ്പെന്താണ്? മുസ്ലിമീകളുള്ള വെറുപ്പെന്താണ്? അള്ളാഹുവിൽ വിശ്വസിച്ചതാണ്. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന കാര്യം മുശ്രിക്കീകൾക്കുണ്ടായിട്ടേ ഇല്ല. ഇതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാര് ഇമാം റാസി അത് വ്യക്തമായി പറഞ്ഞു, ഇന്നൽ മുശ്രിക ബില്ലാഹി മാ അന്നഹു ഫി സൂറത്തി മുസ്ബിത്തുൻ ലികൗനിഹി ഫിൽ മുസ്ബിത്തുൻ അന്നൽ മുശ്രിക ബില്ലാഹി മാ അന്നഹു ഫി സൂറത്തി മുസ്ബിത്തുൻ ലകിന്നഹു ഫിൽ ഹഖീഖത്തി മുൻകിറുൻ ലിവുജൂദില്ലാഹ്. യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ നിഷേധിക്കുന്നവരായിരുന്നു മുശ്രിക്കീങ്ങൾ. അല്ലാഹുവിനെ അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. സഹോദരന്മാരെ, ഞാൻ അതിന്റെ തെളിവുകൾ ഇനിയും വിശദമായി പറയുന്നില്ല. മൗലവിമാര് സാധാരണ പറയും സയഖൂലൂന ലില്ലാഹ്, ആകാശവും ഭൂമിയൊക്കെ പരസ്പരാരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് അവർ പറയുമെന്ന് പറയുന്ന ആയത്ത് എഴുതിയിട്ട് പറയും അള്ളാഹുവിന്റെ സുന്നികൾ വിശ്വസിക്കും പോലെ തന്നെ മുശ്രിക്കുകൾ വിശ്വസിച്ചു എന്ന് പറയും. എന്നാൽ അതിന്റെ ബാക്കി ആയത്ത് മൗലവിമാര് മൂടിവെക്കുകയാണ്. അള്ളാഹ് അവിടെ പറഞ്ഞിട്ടുണ്ട് ബൽ അതൈനാഹും ബിൽ ഹഖി വഇന്നഹും ലകാദിബൂൻ. ഉത്തരം മുട്ടിയിട്ട് പറയുന്നതാ നബിയേ, അവർ കള്ളം പറയുന്നവരാണ്, അവർ മനസ്സിലുറപ്പിച്ച് പറയുന്നവരല്ല എന്നവിടെ തന്നെ അള്ള പറഞ്ഞിട്ടുണ്ട്. മൗലവിമാര് മൂടിവെക്കലാണ്. അതുകൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. പറഞ്ഞു വന്നത് അള്ളാഹുവിൽ വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല. ഒരു വർഷമുണ്ട് വിശ്വാസം, ഓർക്ക് കുറെ കൂറുകാരുണ്ട്. അതുകൊണ്ട് അവർ തെൽവിയത്തെങ്ങനെ കാലത്തിന് തോഫീമും മുശ്രിക്കുള്ള തെൽവിയത്തെങ്ങനെ ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികു വമാ മലക്. പക്ഷേ നിനക്ക് ഒരു സൈസ് കൂറുകാർ മാത്രമേ ഉള്ളൂ, തീരെയില്ലെന്നല്ല. ശരിയോട് പറഞ്ഞങ്ങനെ ലാ ശരീക ലക്, നിനക്ക് കൂറുകാരേ ഇല്ലാന്ന്. അബൂജഹലോ എനിക്ക് ഒരു സൈസ് കൂറുകാരേ ഉള്ളൂ, തീരെയില്ലാന്നല്ല. ഒരു സൈസ് കൂറുകാർ നിനക്കുണ്ട്, അവര് നിന്റെ കീഴിലാണ്. കീഴിൽ പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രി പോലെ സംഗതി എല്ലാവരും കൂടി കൂടായിട്ടാണ് ഭരണം. പ്രധാനമന്ത്രിയുടെ കീഴിലാണ്, മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരെ പോലെ എല്ലാവരും കൂടാണ് ഭരണത്തിന്. അപ്പൊ നിനക്ക് കുറെ കൂറുകാരുണ്ടെന്നാണ് ആര് വിശ്വസിച്ചത്? അബൂജഹലും തമ്മിൽ വിശ്വസിച്ചത്. അതുപോലെയാണോ തീരെ കൂറുകാരില്ലാന്ന് പറയുന്ന സുന്നികൾ? അതുകൊണ്ട് തന്നെ അള്ളാന്റെ കൂറുകാരാണ് എന്ന നിലക്ക് ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാന്റെ കൂറുകാരാണ് എന്ന നിലക്കാണ് മുശ്രിക്കുകൾ ഞങ്ങളെ ദൈവങ്ങൾ ഞങ്ങൾക്ക് ശുപാർശ തരുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ പറഞ്ഞ ശുപാർശയെ അള്ള ഖുർആനിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്ന് മുശ്രിക്കുകൾ പറഞ്ഞ് ഖുർആൻ പറയുന്നത് അതെന്താണ്? പടച്ചവന്റെ കൂറുകാരാണെന്ന നിലക്ക് പടച്ചവനോട് ഒരു ശുപാർശ പറയുന്ന വിശ്വസിച്ചു. അത് ശിർക്കാണ്, കുഫ്റാണ്. സുന്നികൾ ഒരിക്കലും അമ്പിയാക്കളോ ഔലിയാക്കളോ അല്ലാന്റെ കൂറുകാരാണെന്ന് പറയുന്നില്ല. ഈ കാരണം കൊണ്ടാണ് അള്ളാഹ് ഖിയാമത്ത് നാളിൽ മുശ്രിക്കുകളോട് ചോദിക്കുന്നത്
വമാ നറാ മഅകും ശുഫആഅകും അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറകാ. അള്ളാന്റെ കൂറുകാരാണെന്ന് നിങ്ങൾ വാദിച്ച, നിങ്ങളെ ശുപാർശക്കാരാണെന്ന് നിങ്ങൾ പറഞ്ഞ ആ ദൈവങ്ങൾ എവിടെ? അപ്പൊ അള്ളാന്റെ കൂറുകാരായ ദൈവങ്ങളുണ്ടെന്നാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നത്. അതിനെയാണ് അള്ളാഹ് ചോദ്യം ചെയ്തത്. അല്ലാതെ അള്ളാന്റെ ഹബീബായ നബി ശുപാർശ ചെയ്യുമെന്നതോ അമ്പിയാക്കൾ ഔലിയാക്കൾ ശുപാർശ പറയുമെന്നതോ ഖുർആൻ ചോദ്യം ചെയ്തില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ശുപാർശ ഉണ്ടെന്നും അവരോട് ശുപാർശ ചോദിക്കേണ്ടതുണ്ടെന്നും ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു. ഇത് ആകെ അട്ടിമറിച്ചിട്ടാണ് മുസ്ലിം ലോകത്തെ മുഴുവനും ഈ പുത്തൻവാദികൾ കാഫറാക്കി. ഇനി ഒരു ചുരുങ്ങിയ കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്നൊരു സലാത്തിയല്ലോ. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ യദി. يا رب صل على النبي محمد منجي الخلائق من جهنم في يدي.